ഞാൻ കുറച്ച് മുരിങ്ങ പൊട്ടിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്രയും കൂടുതൽ മുരിങ്ങ ഇവിടുന്നാണ്. അപ്പം ഞാൻ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് മുരിങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ പോയി മുരിങ്ങ എടുക്കാൻ പോയപ്പോണ്ട് ചെറിയച്ഛൻ ഈ ഒരു കൊമ്പ് മൊത്തം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്നും വേണ്ട, ഞാൻ ആവശ്യത്തിനുള്ള ഇതിൽ കുറച്ച് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മുരിങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു നാടൻ വിഭവം, കുറേ നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മുരിങ്ങേനെ ഇവിടെ വെക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതൊരു കുക്കറിലേക്ക് ഇടാം. പരിപ്പ് ഒന്നിട്ട് വേവിച്ചെടുക്കണം, അതിന് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് വെച്ചെടുക്കാം കേട്ടോ. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മളെ ഈ മുരിങ്ങേനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്യണോണ്ടേ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ള മുരിങ്ങനായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ മുരിങ്ങ വൃത്തിയാക്കണത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല രീതിയിൽ പുഴുക്കളും അതുപോലെ ഈ ഒരു എട്ടുകാലീൻ്റെ വലയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവുന്നുള്ളതൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനും അതേ രീതിക്കൊക്കെ തന്നെയാണ് വൃത്തിയാക്കണത്. അപ്പോൾ ആ മുരിങ്ങ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പാത്രം മുരിങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഇതാ തേങ്ങ, കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട്. അതിക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് കാന്താരി മുളകും കൂടി ഇങ്ങനെ പറക്കി കേട്ടോ. കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കട്ടോ. വെളുത്തുള്ളിയും കാന്താരി മുളകും തേങ്ങയും കൂടി ഒന്ന് ചതക്കട്ടെ കേട്ടോ. വീണ്ടും നമ്മളിതാ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ പരിപ്പും മുരിങ്ങയും വെച്ച് കറികളൊക്കെ ഉണ്ടാക്കലുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഞാനിന്ന് കറിയല്ല കേട്ടോ ഉണ്ടാക്കണേ, തോരനാണ് ഉണ്ടാക്കാൻ പോണേ. ചൂടായ ചട്ടിക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായേക്കുമ്പോളേ ഒരു സ്പൂൺ ഉഴുന്നാണ് ഇട്ടിരുന്നത്. ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഈ ചെറിയ ഉള്ളി ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഇതാ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതൊന്ന് നല്ലോണം മൂത്ത് വന്നോട്ടെ. ഉള്ളികൾ രണ്ടും ഇതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളകും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പാണ് കേട്ടോ, അത് ചേർക്കുക. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണേ. നമ്മൾ ചതച്ചേന്ന് ആ തേങ്ങ ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഈ സമയത്താണ് ചേർക്കട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ചേർക്കട്ടോ. മുരിങ്ങേൻ്റെ ഇല ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാനിങ്ങനെ ചേർക്കണേ. ഇത് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടാണ്, അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇങ്ങനെ പതുക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ കിടന്നാണ് വേവണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ തോരൻ നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടും കറി ഉണ്ടാവും, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കല്ലേ, വെന്തിട്ടുണ്ട്. ആ ഉണ്ടാവാ ഭംഗി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വാങ്ങിയിട്ടൊരു പാത്രത്തേക്ക് മാറ്റാട്ടോ. അപ്പം നമ്മളെ മുരിങ്ങയില പരിപ്പ് തോരൻ നല്ല ഗംഭീരമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് ഇതാ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ ഇയാളെ? നമ്മളെ പഴയ വ്യൂവേഴ്സിന് നാട്ടിൽ വരുള്ളൂ. അതെ, നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇതിലുണ്ട്. പഴയ വ്യൂവേഴ്സിനാണ് അറിയണ്ടാവുള്ളൂ. ആളിപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ടേസ്റ്റ് നോക്കല്ലേ? അപ്പോൾ ടേസ്റ്റ് നോക്കാം. അടിപൊളി. ഇഷ്ടായോ? ഇങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, പരിപ്പ് പക്ഷെ തോരൻ വെക്കുമ്പോ പരിപ്പ് നമ്മൾ ഇല്ല. എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ട നമ്മളെ വീഡിയോക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കുട്ടിയതാണ്.
സൂപ്പർ. ഇതൊക്കെ ഞാൻ എന്നാലോ? ഓ കഴിച്ചോ, എൻ്റെ കയ്യിൽ ഇനിയുണ്ട്. പിന്നെന്നാ ഞാനും കൂടി ഒന്ന് കഴിച്ചാലോ? നമ്മളെ മാമയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ കൂടെ. എന്നാ ഞാൻ മാമയ്ക്ക് കൂടി അല്ല എന്നൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉള്ളു മാമ വരിക. അപ്പൊ ഞങ്ങക്ക് വീഡിയോ ഞാൻ കഴിക്കാനായിട്ട് എടുത്തതേന്നു. ആയിക്കോട്ടെ. എന്താ മാമ അഭിപ്രായം ഒന്നും പറയണില്ലല്ലോ? ഇഷ്ടണ്ടോ? രസായോ? പറയ്, എന്താണ് ആലോചിക്കണേ? പരിപ്പ്, മുരിങ്ങയും പരിപ്പും നമ്മള് കറിയല്ലേ? അതെ, പരിപ്പും തോരൻ. പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ. ഇടയ്ക്ക് കടിക്കണ എന്താ അറിയോ? ഉഴുന്ന് പരിപ്പ്. അതങ്ങനെ ഞാനൊന്നും കഴിച്ചേക്കില്ല. ഞാന് ഇങ്ങനെയല്ലല്ലോ, ഞാൻ കൂടി കഴിക്കണല്ലോ. അതെ അതെ. ഇട്ടോളി. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത രുചിയുള്ള ഈ ഒരു സംഭവം ഇവർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതെ, അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന്. അപ്പോൾ ഞാൻ പറയാനുള്ളതൊക്കെ ലാലും മാമയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.